കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 2018 കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന അനിൽ അംബാനിയുടെ RCFL കമ്പനിയിൽ 60 കോടി 80 ലക്ഷം നിക്ഷേപിച്ചു. 2018-19 2019-20 വർഷങ്ങളിലെ വാർഷിക റിപ്പോർട്ടിലും കമ്പനിയുടെ പേര് മറച്ചുവെച്ചു. മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ചത് ഗുരുതരമായ തെറ്റെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 2015 മുതൽ ഈ 18 കാലഘട്ടം വരെ അനിൽ അംബാനിയുടെ വ്യവസായ സംരംഭങ്ങളെല്ലാം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമാണ്. 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. 2018-19 KFCയുടെ ആനുവൽ റിപ്പോർട്ട്, അതിൽ ഈ കമ്പനിയുടെ പേര് മറച്ചു. 2019-20 ആനുവൽ റിപ്പോർട്ടിലും ഈ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു. പിന്നീട് വരുന്നത് 2020-21 റിപ്പോർട്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ NCD RCFL എന്ന് വരുന്നത്. 60 കോടി 80 ലക്ഷം രൂപയാണ് നമ്മൾ ചെയ്തത്. പലിശ അടക്കം നമുക്ക് കിട്ടേണ്ടത് 101 കോടി രൂപയാണ്. 101 കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമായത്. 101 കോടി രൂപ. ഇത് സംസ്ഥാനത്തെ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ടാണ്. മുങ്ങാൻ പോകുന്ന വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നൽകിയത് ഗുരുതരമായ കുറ്റവും ഗുരുതരമായ അഴിമതിയാണ്. വിവരങ്ങളുമായി വിനയ തുടരുന്നുണ്ട്. വിനയ, ഈ അഴിമതി ആരോപണത്തിലൂടെ ആർക്കൊക്കെ നേരെയാണ് പ്രതിപക്ഷ നേതാവ് വിരൽ ചൂണ്ടുന്നത്? എന്തൊക്കെ രേഖകൾ അദ്ദേഹം പുറത്തുവിടുന്നു? ലിബിഷ്, എന്തായാലും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഗുരുതര ആരോപണവുമായി തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തിയതിനെതിരെ ആരോപണവുമായാണ് അദ്ദേഹം അനിൽ അംബാനിയുടെ കമ്പനിയിൽ KFC 60 കോടി രൂപ ഗ്യാരണ്ടി ഇല്ലാതെ നിക്ഷേപിച്ചു എന്നാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൂടെ തന്നെ സംസ്ഥാനത്തിന് 101 കോടി രൂപയുടെ നഷ്ടമുണ്ടായിരിക്കുന്നു. ഇതിന് സംസ്ഥാന സർക്കാർ ഉത്തരം നൽകണമെന്നാണ് അദ്ദേഹം റിലയൻസ് കമ്പനി നഷ്ടത്തിൽ പോകുമ്പോഴാണ് ഇത്തരത്തിൽ അനിൽ അംബാനിയുടെ കമ്പനിയായിട്ടുള്ള റിലയൻസ് കമ്പനി നഷ്ടത്തിൽ പോകുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നിക്ഷേപണം നടത്തിയിരിക്കുന്നത്. ഇത് വലിയ നഷ്ടമാണ് സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലാണ് ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഭരണത്തിന്റെ അറിവോടെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഒരു നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്യാരണ്ടിയുമില്ല, ഇത്രയും തുക ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് ഇത്രയും തുക ഈ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരം നൽകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. കൂടാതെ തന്നെ ഭരണത്തിന്റെ മറവിൽ ഗുരുതരമായിട്ടുള്ള ഒരു അഴിമതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ഇടത്തരം സംരംഭകർക്ക് കിട്ടേണ്ട തുകയാണ് അംബാനി കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് വലിയ ഒരു അഴിമതി തന്നെയാണെന്നാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. ഈ പുറത്ത് ഒരു കമ്പനിയിൽ പുറത്തുള്ള ഒരു കമ്പനിയിൽ നിക്ഷേപം നടത്തുമ്പോൾ കമ്പനിയുടെ വിശ്വാസ്യത സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ വിശ്വാസ്യത പരിശോധിക്കേണ്ടതാണ്. അതൊന്നും തന്നെ പരിശോധിച്ചില്ല. ഈ കമ്പനി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഇത്തരത്തിലൊരു നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇത് വലിയ അഴിമതി തന്നെയാണ്. കൂടാതെ തന്നെ ഒന്നും അന്വേഷിക്കാണ്ട് അല്ലെങ്കിൽ ആ കമ്പനിയുടെ വിശ്വാസ്യത ഒന്നും പരിശോധിക്കാതെയാണ് ഇത്തരത്തിലൊരു പണം നിക്ഷേപിക്കുന്നത് എന്നടക്കം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഭരണതലത്തിലുള്ള അറിവോടെയാണ് ചില ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നത്. ലിക്വിഡേറ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ള കമ്പനിയാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ധനവകുപ്പ് അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നടക്കം തന്നെ ധനവകുപ്പിന്റെ മേലെയും അദ്ദേഹം വലിയൊരു ഗുരുതര ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായും ധനവകുപ്പ് അറിയാതെയാണ് ഇത്തരത്തിലൊരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നത്. ധനവകുപ്പിന്റെ അറിവില്ലാതെ ഇത്തരത്തിലൊരു കമ്പനിയിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല എന്നടക്കം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ വലിയൊരു തുക കമ്മീഷൻ പറ്റിയാണ് ഇടപാട് നടന്നിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ പലിശ അടക്കം 101 കോടി രൂപ കിട്ടേണ്ടിടത്ത് തിരികെ കിട്ടിയത് വെറും 7 കോടി രൂപ മാത്രമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ അനിൽ അംബാനിയുടെ കമ്പനി 2018 ഈ തകർച്ചയിലേക്ക് പോയിരുന്നത്. ഈ ഒരു കാലയളവിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നത്. 60 കോടി രൂപയാണ് ഗ്യാരണ്ടി ഇല്ലാതെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. 101 കോടി രൂപ കിട്ടേണ്ടിടത്ത് വെറും 7 കോടി രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് എന്നടക്കം തന്നെയാണ് പ്രധാനമായും
അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു നഷ്ടമെന്ന് പറയുന്നത്. ഇതിലൂടെ തന്നെ സംസ്ഥാനത്തിന് 101 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നും പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റിലയൻസ് കമ്പനി നഷ്ടത്തിൽ പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു നിക്ഷേപം നടത്തിയത്. ഇതിനെന്തായാലും സംസ്ഥാന സർക്കാർ ഉത്തരം നൽകേണ്ടത് തന്നെയാണ് എന്നടക്കം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെയും ധനവകുപ്പിനെതിരെയും തന്നെയാണ് അദ്ദേഹം പ്രധാനമായും രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ ഒരു നഷ്ടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു തുക തകർന്നു പോകുന്ന ഒരു കമ്പനിയിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ധനവകുപ്പ് അറിയാതെയാണ് ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ധനവകുപ്പ് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ 2018 ഈ തകർച്ചയിലേക്ക് പോകുന്ന ഒരു കാലയളവിലാണ് ഈ കമ്പനിയിലേക്ക് പണം നിക്ഷേപിക്കുന്നത്. ഇതെന്തായാലും സംസ്ഥാന സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും അറിവോടെ തന്നെയാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിന് സംസ്ഥാന സർക്കാർ ഉത്തരം നൽകണമെന്ന് തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ഇന്ന് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. ലിബീഷ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ രാജ്.